നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മലയാളത്തിന്റെ സ്ത്രീ വിടവാങ്ങി. നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ അന്തരിച്ചു. മലയാള സിനിമയിൽ ചിരിയും ചിന്തയും പടർത്തിയ അതുല്യ പ്രതിഭ ശ്രീനിവാസൻ അന്തരിച്ചു. ഇന്ന് രാവിലെ 8:30 തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെ നാളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്ന് രാവിലെ ഡയാലിസിസിനായി പോകുന്നതിനിടെ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ശ്രീലങ്കയെ തകർത്ത് ഇന്ത്യ ഫൈനലിൽ. ഏഷ്യ കപ്പിൽ ഇനി ഇന്ത്യ പാക് പോരാട്ടം. ദുബായ് അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ശ്രീലങ്കയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. ദുബായ് ICC അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന ആവേശകരമായ സെമി ഫൈനലിൽ തകർപ്പൻ പ്രകടനം പുറത്തെടുത്താണ് നീലപ്പട കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ പാകിസ്ഥാനാണ് എതിരാളി. മൂന്നാറിൽ താപനില 0 ഡിഗ്രിയിൽ. ക്രിസ്മസ് തിരക്കിന് മുന്നോടിയായി മൂന്നാർ അതിശൈത്യത്തിന്റെ പിടിയിൽ. ഇന്ന് പുലർച്ചെ മൂന്നാറിലെ വിവിധ മേഖലകളിൽ താപനില 0 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണിത്. മൂന്നാർ ടൗണിൽ 1.7 ഡിഗ്രി രേഖപ്പെടുത്തിയപ്പോൾ എസ്റ്റേറ്റ് മേഖലകളിൽ തണുപ്പ് 0-ലെത്തി. ബംഗ്ലാദേശിൽ കലാപം പടരുന്നു. പ്രമുഖ യുവനേതാവായ ഒസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ വ്യാപക ആക്രമണം നടന്നത്. ഡിസംബർ 12-ന് ധാക്കയിൽ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റ ഹാദി സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് അന്തരിച്ചത്. മഴയിൽ കുളിച്ച് GCC രാജ്യങ്ങൾ. പലയിടത്തും ആലിപ്പഴ വീഴ്ചയ്ക്കും ജാഗ്രതാ നിർദ്ദേശവും. കഴിഞ്ഞ ദിവസം കാറ്റിനും ശക്തമായ മഴയ്ക്കും ആലിപ്പഴ വീഴ്ചയ്ക്കും കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.